ഞാനും ബൈ ബർത്ത് റിച്ച് ഫാമിലി തന്നെയാണ്, അങ്ങനെയൊന്നും പറയണ്ട. നീ മാത്രമൊന്നും അല്ല. ബൈ ബർത്ത് റിച്ച് ആയിരിക്കും. ഇപ്പൊ കെയർ ഓഫ് പ്ലാറ്റ്ഫോം ആണോ? പിന്നെ കൂടുതൽ സംസാരിക്കില്ല പെണ്ണെ, കണ്ടല്ല. അത് വിധിയുടെ വിളയാട്ടം, ഞാൻ എന്നാ ചെയ്യാനാ? നീയൊക്കെ ചെയ്യണം, നീയൊക്കെ ചെയ്യണം. നീ ഒറ്റ കാരണം ഞാൻ ഇപ്പൊ ഇത് അനുഭവിക്കുന്നത്. ബ്ലാഡി ഫുഡ്. നീ എന്ത് ചെയ്യാറുണ്ട്? നിന്റെ അമ്മ ബാംഗ്ലൂരിൽ എത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെയല്ലേ നീ ഇവിടെ കുറ്റിയടിച്ചിരിക്കുന്നത്. ഓഹോ, ഇപ്പൊ നീയൊക്കെ രണ്ട് സെറ്റും കൂടെ അല്ലേ? ശരി, അമ്മ ഇങ്ങ് വരട്ടെ. അമ്മാവ് ഇങ്ങ് വരട്ടെ. ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഉള്ള കാര്യം പറഞ്ഞു ശരി. അത് തന്നെ. ഞാൻ തോറ്റു. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. മോള് പോയി കിടന്നു. ഇന്നത്തേക്ക് ഇത് മതി. നാളെ കളിക്കാം. നിനക്കെന്താ കേടാ? കൊച്ചു പിള്ളേരെ പോലെ കൊച്ചു നിങ്ങളോട് നടക്കുവോ? വെക്ക് കുറച്ചൊക്കെ അടക്കോ നോക്കാൻ വേണം കേട്ടല്ലോ. പിന്നെ എനിക്ക് ഭ്രാന്തല്ലേ രാത്രി പോയി കൊച്ചിനോട് കളിക്കാൻ. എനിക്ക് നടുവ് വേദനിച്ച് വയ്യ. നീ കണ്ടല്ലേ രാവിലെ വന്നിട്ട് ഇതെന്നെ കിടന്ന് വിളിക്കണത്. ദേ ചാരു, ഒന്നാമത് എനിക്ക് ദേഷ്യം വന്നിരിക്കുക. ഇവളടുത്ത് അടങ്ങി ഒതുങ്ങി നിന്നോളാം പറ കേട്ടല്ലോ. കേട്ടല്ലോ. നീ നിന്റെ ഈ ചേട്ടനും കൂടെ എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കാണിക്കുന്ന പ്ലാൻ അല്ലേ? പുള്ളി നല്ല ഫോമിലാണെന്ന് തോന്നുന്നു. ഇത് തന്നെ എന്തോന്ന് പ്ലാൻ? എനിക്കൊന്നും മനസ്സിലാവില്ല. എന്താണ് പറഞ്ഞു പറഞ്ഞത്? അളയനൊന്നും മനസ്സിലാവില്ല. എനിക്കിവിടെ ആരെയും എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്നെ ഒഴിവാക്കാൻ വേണ്ടി അളയാ ഇവിടെ കുറെ പെണ്ണുങ്ങളെ കൊണ്ട് താമസിപ്പിക്കണം. മോഹൻലാല് ധാരാവി ഒരു രാത്രി കൊണ്ട് ഒഴിപ്പിച്ച പോലെ എന്നെ ഒരു ദിവസം കൊണ്ട് ഒഴിപ്പിക്കാൻ നോക്കണേ. സമ്മതിച്ചിട്ടല്ലടാ നമ്മൾ ഇവിടെ താമസിച്ചത്. ഞാൻ സമ്മതിച്ച എന്റെ മുത്താണ് സത്യം. ഞാൻ സമ്മതിച്ചിട്ടില്ല. കള്ളും കുടിച്ചിട്ട് വന്നിട്ട് എന്റെ തലയിലെങ്ങാനും പിടിച്ച് കള്ളസത്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിന്നെ പിടിച്ചല്ലാതെ അപ്പുറത്തോട്ടുള്ള സുരേഷിന്റെ ഭാര്യയെ പിടിച്ച് സത്യം ചെയ്യണം. അളിയന്റെ വാക്ക് മിണ്ടിപ്പോയ ഇങ്ങനെ പകല് കാണിക്കുന്നത് എനിക്കും വന്നിട്ട് കാണിക്കുന്നത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാ നിങ്ങളോട് ഞാൻ ഇവിടെ നിക്കണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് എന്തുണ്ടെങ്കിലും നാളെ സംസാരിക്കാം. പിള്ളേര് നിൽക്കാണ് നാണം കെടുത്തരുത്. അയ്യോ ഞാൻ എവിടെ പോയി കിടന്നുറങ്ങോളയാ? എനിക്ക് ഉറങ്ങാനുള്ള സ്ഥലമല്ല നിങ്ങളെല്ലാം കൂടെ തേക്കലാക്കി വെച്ച. ഇനി ഞാൻ എവിടെ പോയി കിടന്നുറങ്ങും? അളിയന്റെ തലയില് ഞാനൊരു ടെന്റ് അടിച്ച് കിടക്കട്ടെ അളയോ? പിള്ളേരെ നോക്കണതാണ് കുഴപ്പം. എന്നെ അടിച്ച് പുറത്താക്കണേന്ന് കുഴപ്പമില്ല കേട്ടാ. ചേട്ടൻ ഇങ്ങനെ നേരം വെളുക്കും വരെയും പുലമ്പിക്കൊണ്ടിരിക്കും. ചേട്ടൻ ഈ പിള്ളേരെ വിളിച്ച് പോയി കിടന്ന് ഉറങ്ങാൻ ഇതല്ല നിനക്ക് ഞാൻ അറിയാന്ന് വിളിച്ച വാൾഡ് വഴിയാണ്. അവൾ ഉറങ്ങാൻ പോയി. അവക്ക് എന്നെ പേടിയുണ്ടോ അളയാ? സുന്ദരിമാരെ കുറക്കാൻ വിളിച്ചോണ്ട് പോയി. എന്നെ പിടിക്കരുത്. കിടക്കാം. അങ്ങോട്ട് തുറക്ക്. കേറ്